എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംഖ്യകളുടെ ഭാഗമായി വരുന്ന പൂർണ്ണവർഗ്ഗങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ക്വയറുകൾ അല്ലേ, പെർഫെക്റ്റ് സ്ക്വയറുകൾ. അപ്പോൾ പൂർണ്ണവർഗ്ഗങ്ങൾ എന്താണ് എന്നുള്ളൊരാശയം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ 4, 9, 16, 25 അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അത് മാത്രവുമല്ല, മറ്റ് പല ടോപ്പിക്കുകളിലും ചോദ്യങ്ങൾ ഉത്തരം എഴുതാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ജ്യാമിതീയ രൂപത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എ സ്ക്വയറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്ക്വയറായി വരുന്ന ഒരു സംഖ്യ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പൂർണ്ണവർഗ്ഗങ്ങൾ നമ്മൾ തുടക്ക ഭാഗം പറഞ്ഞാൽ ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 ആണെന്നും അല്ലെങ്കിൽ 2ൻ്റെ സ്ക്വയർ 4 ആണെന്നും 3ൻ്റെ സ്ക്വയർ 9 ആണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ അത് മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു 30 വരെയുള്ള സംഖ്യകളുടെ 30 വരെ എന്ന് പറയുമ്പോൾ 30ൻ്റെ സ്ക്വയർ എത്രയാണ്? 900. അപ്പോൾ ആ 30 വരെയുള്ള സംഖ്യകളുടെ പൂർണ്ണവർഗ്ഗങ്ങൾ നമ്മളൊന്ന് കാണാതെ പഠിച്ചിരുന്നാൽ, നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ചോദ്യങ്ങൾ ഉത്തരം എഴുതാനായിട്ട് സഹായിക്കും. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ പൂർണ്ണമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കാരണം നമ്മളതൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും അതിനകത്തില്ല. കാരണം ഓരോ സംഖ്യകളുടെയും സ്ക്വയർ എത്രയാണ് എന്ന് മനസ്സിലാക്കുക, ആവർത്തനത്തിലൂടെ അത് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ അത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി ചെയ്യുക. നമ്മൾ ഈ പറയുന്നതിന് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ചിലർക്ക് തോന്നാം നമുക്ക് ആവശ്യമുണ്ടോ, നമുക്കതൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അന്നേരം അതങ്ങ് ചെയ്ത് കണ്ടുപിടിച്ചാൽ പോരെ എന്നൊരു സംശയം തോന്നാം. അങ്ങനെയല്ല. കാരണം നമുക്ക് പലപ്പോഴും നമുക്ക് ഈ സംഖ്യകൾ കണ്ടാൽ അതൊരു പൂർണ്ണവർഗ്ഗമാണെന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുള്ള ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷകളിലുണ്ട്. അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് ഈ പറയുന്ന ഒരു സംഖ്യ കണ്ടാൽ 576 കണ്ടാൽ അത് 24ൻ്റെ സ്ക്വയറാണ്, അല്ലെങ്കിൽ അതിൽ മിനിമം അതൊരു സ്ക്വയറായിട്ടുള്ളൊരു സംഖ്യ ആണ് എന്നെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവണം. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ടോപ്പിക്കുകളെ സഹായിക്കും. അതുകൊണ്ട് ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. കാരണം ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടാൽ അതിൻ്റെ സംഖ്യയുടെ സ്ക്വയറാണ്, നമുക്കത് പറഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ നമുക്കവിടെ ഇപ്പം 144 കാണുമ്പോൾ നമുക്ക് 144ൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് 12 കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പ് ഒരിക്കലും നമ്മുടെ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഭാഗത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കണം. അപ്പോൾ ഏതാണ്? 1 മുതൽ 30 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും വർഗ്ഗങ്ങൾ, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തിന് ടൈറ്റിലായിട്ട് പറഞ്ഞത് എന്താണ്? പൂർണ്ണവർഗ്ഗങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ്. ട്രാൻസ്ലേറ്റ് ചെയ്താൽ വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ്. അപ്പോൾ പൂർണ്ണവർഗ്ഗം എന്ന് പറഞ്ഞാൽ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് പറയുക. അപ്പോൾ ഒരു സ്ക്വയറും ഒരു പെർഫെക്റ്റ് സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു സ്ക്വയറിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുക? ഒരു 1 എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. അതുപോലെ തന്നെ ഞാൻ മറ്റ് ചില സംഖ്യകൾ എഴുതാൻ പോവുകയാണ്. 2, 3, 4, 5. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ എഴുതിയിരിക്കുന്ന ഈ 5 സംഖ്യകളിൽ സ്ക്വയർ ഏതൊക്കെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒറ്റയടിക്ക് പറയും 1ഉം 4ഉം സ്ക്വയറാണ് എന്ന് പറയും. ഭൂരിഭാഗം ആൾക്കാരുടെ ഉത്തരം അതായിരിക്കും. എന്നാൽ ഞാൻ പറയുന്ന ഉത്തരം 1, 2, 3, 4, 5 ഈ 5 സംഖ്യകളും സ്ക്വയറാണ്. ഒരു സംശയവും വേണ്ട, 5 സംഖ്യകളും സ്ക്വയറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയറാണ് അല്ലേ? അതും കൂടെ പറഞ്ഞാലല്ലേ ഇത് പൂർണ്ണമാവുള്ളൂ. 1 എന്തിൻ്റെ സ്ക്വയറാണെന്ന് ചോദിച്ചാൽ 1ൻ്റെ സ്ക്വയറാണ്. 2 എന്തിൻ്റെ സ്ക്വയറാണെന്ന് ചോദിച്ചാൽ അത് √2ൻ്റെ സ്ക്വയറാണ്. 3 എന്ന് പറയുന്ന സംഖ്യ √3ൻ്റെ സ്ക്വയറാണ്. 4 അത് 2ൻ്റെ സ്ക്വയറാണ്. 5 √5ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും. സ്ക്വയർ ആണോ എന്ന് ചോദിച്ചാൽ ഈ 5 എണ്ണവും സ്ക്വയറാണ് എന്നാണ് ഉത്തരം. എന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അതായത് പൂർണ്ണവർഗ്ഗമാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ 2 എണ്ണം മാത്രമേ പൂർണ്ണവർഗ്ഗങ്ങളായിട്ടുള്ളൂ. ഏതൊക്കെയാണ്? 1ഉം 4ഉം മാത്രം പൂർണ്ണവർഗ്ഗങ്ങളാണ്. അപ്പോൾ എന്താണ് സ്ക്വയറും പെർഫെക്റ്റ് സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം? പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗം എന്നൊരു സംഖ്യയെ വിശേഷിപ്പിക്കണമെങ്കിൽ അതൊരു എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമായിരിക്കണം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു എണ്ണൽ സംഖ്യയുടെ വർഗ്ഗത്തിനെയാണ്, അല്ലെങ്കിൽ ഒരു പൂർണ്ണസംഖ്യയുടെ വർഗ്ഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു പൂർണ്ണവർഗ്ഗം എന്ന് വിളിക്കുക. അപ്പോൾ ആ ഒരു ആശയം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക.
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഒരു 30 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കൃത്യമായും മനഃപ്പാഠമാക്കുക. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം, ഒരു 12 വരെയുള്ള സംഖ്യകളുടെ ഘനങ്ങൾ, ക്യൂബുകൾ കൂടി മനഃപ്പാഠമാക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ബേസിക് പ്ലാറ്റ്ഫോം നമുക്ക് കെട്ടാനായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വേണം നമുക്ക് ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാൻ. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2 അക്കങ്ങളുള്ള ഏറ്റവും വലിയ പൂർണ്ണവർഗം ഏത്? പൂർണ്ണവർഗം എന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ. അതിൽ 2 അക്കങ്ങളുള്ള ഏറ്റവും വലിയ പൂർണ്ണവർഗമാണ് നമ്മുടെ ചോദ്യം. 2 അക്കങ്ങളുള്ള പൂർണ്ണവർഗങ്ങളൊന്ന് ചിന്തിക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യമായതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഈ പൂർണ്ണവർഗങ്ങൾ നോക്കിയാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. അപ്പോൾ 1, 4, 9 അങ്ങനെ 9 വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പോകാം അല്ലേ? കാരണം 1, 4, 9 ഇവയുടെ പ്രത്യേകത എന്താ? ഒറ്റയക്കം മാത്രമുള്ള സംഖ്യകളാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഏതാണ്? 16. 16-ന് നമുക്ക് ഇതുപോലെയുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണ്? 2 അക്കത്തിൽ വരുന്ന ആദ്യത്തെ പൂർണ്ണവർഗമാണ് 16. 2 അക്കത്തിൽ വരുന്ന ആദ്യത്തെ പൂർണ്ണവർഗം 16ആണ്. ഇനി അങ്ങോട്ടുള്ളത് ഞാൻ എഴുതുന്നില്ല, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 16 കഴിഞ്ഞാൽ പിന്നെ 25, നിങ്ങളൊന്ന് കൂട്ടത്തിൽ പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന സംഖ്യകളാണ്. 36, 49, 64, 81. 81 ഞാൻ എഴുതുകയാണ്. കാരണം 81-ന് ഈ ചോദ്യത്തെ സംബന്ധിച്ചൊരു പ്രാധാന്യമുണ്ട്. 2 അക്കങ്ങളുള്ള ഏറ്റവും വലിയ പൂർണ്ണവർഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണേത്? 81. അടുത്ത പൂർണ്ണവർഗമോ? 81 എന്ന് പറയുന്നത് 9-ൻ്റെ സ്ക്വയറാണ് അല്ലേ? 9 കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരിക? 10-ൻ്റെ സ്ക്വയറായ 100. 100 വരുമ്പോൾ എന്താണ് പ്രത്യേകത? 3 അക്കത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ പൂർണ്ണവർഗമാണ് 100. 3 അക്കങ്ങളുള്ള ആദ്യത്തെ പൂർണ്ണവർഗമാണ് 100. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്നൊന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ചോദ്യം മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ചോദ്യത്തിന് ആവശ്യമല്ല എങ്കിലും നമുക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് വരാവുന്ന മറ്റു ചോദ്യങ്ങൾ കൂടി മനസ്സിൽ കണ്ടിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതായത് പൂർണ്ണവർഗ്ഗങ്ങൾ തുടങ്ങുന്നത് ഒരക്കത്തിൽ നിന്ന്, പിന്നീട് അത് 2 അക്കത്തിലേക്ക് കടക്കുന്നു, പിന്നീട് 3 അക്കത്തിലേക്കും 4 അക്കത്തിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം പാറ്റേൺ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. നമ്മുടെ ചോദ്യം എന്താണ്? വളരെ ക്ലിയറാണ്. 2 അക്കങ്ങളുള്ള ഏറ്റവും വലിയ പൂർണ്ണവർഗം. 2 അക്കങ്ങളുള്ള ഏറ്റവും വലിയ പൂർണ്ണവർഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന 81. അപ്പോൾ നമ്മുടെ ഉത്തരം, ഈ ചോദ്യത്തിനുള്ള ഉത്തരം എത്രയാണ്? 81. അതുപോലെ തന്നെ ഇവിടെ മറ്റ് ചോദ്യങ്ങൾ ഉത്തരമായി വരാവുന്ന സംഖ്യകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ പൂർണ്ണവർഗമാണ് ഇവിടെയുള്ള 16 അല്ലേ? 2 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ പൂർണ്ണവർഗം. അതുപോലെ തന്നെ 3 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ പൂർണ്ണവർഗമാണെങ്കിൽ അത് എത്രയാണ്? 100ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോകാം. അടുത്ത ചോദ്യവും നമ്മൾ കഴിഞ്ഞ ചോദ്യം പോലെ അതിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. 4 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏത്? നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാൽ എന്താണ്? 2 അക്കങ്ങളുള്ള ഏറ്റവും വലുത് 81 നമ്മൾ പറഞ്ഞു. 3 അക്കത്തിലെ ഏറ്റവും ചെറുത് 100 പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നമ്പർ റേഞ്ചിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. അതേസമയം കുറച്ചുകൂടി മുകളിലേക്ക് വരുമ്പോൾ, അതായത് 3 അക്കത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തേക്കും പിന്നെ 4 അക്കത്തിലേക്ക് കടക്കുന്നതൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ക്വയറുകളായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകാം. 2 അക്കത്തിലെ ഏറ്റവും വലിയ സ്ക്വയർ എന്ന് പറയുന്നത് 9-ൻ്റെ സ്ക്വയറായ 81. ഓക്കെ. ഇനി 3 അക്കത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് 10-ൻ്റെ സ്ക്വയറായ 100 3 അക്കത്തിൽ വരുന്ന ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ. ഇനി അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് നമ്മൾ പോയാൽ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. നമുക്കെല്ലാം പറഞ്ഞു പോകാനായിട്ട് പറ്റില്ല. ഇപ്പം 11, 12 എന്ന് പറഞ്ഞ് നമുക്ക് 30 വരെ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. 30-ൻ്റെ സ്ക്വയർ, 30-ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 3-ൻ്റെ സ്ക്വയർ 9 ആണെങ്കിൽ 30-ൻ്റെ സ്ക്വയർ 900. ഓക്കെ. അപ്പോൾ 30-ൻ്റെ സ്ക്വയർ 900 പറഞ്ഞു. 30-ൻ്റെ സ്ക്വയർ 900. അടുത്തത് നോക്കുക, 31-ൻ്റെ സ്ക്വയർ ഒന്ന് ചെയ്ത് കണ്ടുപിടിക്കുക. 31-ൻ്റെ സ്ക്വയർ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 961 ആയിരിക്കും. 961. ഇനി ഞാനതിൻ്റെ തൊട്ടടുത്ത സംഖ്യയുടെ സ്ക്വയറും കൂടെ കണ്ടുപിടിക്കുകയാണ്. 32-ൻ്റെ സ്ക്വയർ. 32-ൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടും 1024. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടി നമുക്ക് വ്യക്തത കിട്ടിക്കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റനിൽ നമ്മൾ ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. 9-ൻ്റെ സ്ക്വയറായ 81 എന്താണ്? 2 അക്കമുള്ള ഏറ്റവും വലിയ പൂർണ്ണവർഗം.
10ൻ്റെ സ്ക്വയറായ 100 മൂന്നക്കങ്ങളുള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പൂർണ്ണവർഗം. ഇനി ഈ ചോദ്യത്തിൽ നമ്മൾ അഡീഷണലി പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 31ൻ്റെ സ്ക്വയറായ 961 മൂന്നക്കങ്ങളുള്ള ഏറ്റവും വലിയ പൂർണ്ണവർഗം. ഇനി അവസാനം പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഈ ചോദ്യം. ചോദ്യം എന്താണ്? 4 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏതാണ്? 31ന് ശേഷം വരുന്ന 32ൻ്റെ സ്ക്വയറായ 1024 നമുക്ക് വേണ്ട ഉത്തരം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ 1 എന്ന് മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരരുത്. നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് 4 അക്കത്തിലുള്ള ഏറ്റവും ചെറുത് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണം അതിനെ? 1000ന് ശേഷം വരുന്ന ആദ്യത്തെ പൂർണ്ണവർഗം. അപ്പോൾ 1000ൻ്റെ പരിസരത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ക്വയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു 900 ആയിരിക്കും. 30ൻ്റെ സ്ക്വയറായ 900. അപ്പോൾ 30ൻ്റെ സ്ക്വയറായ 900 മൂന്നക്കത്തിലാണ്. അപ്പോൾ 30ന് ശേഷം വരുന്ന ഒരു സംഖ്യയാണ് നമ്മുടെ ഉത്തരം. 30ന് ശേഷം വരുന്ന സംഖ്യകൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 31ൻ്റെ സ്ക്വയർ 961. അപ്പോഴും എവിടെയാണ്? മൂന്നക്കത്തിലാണ്. ഇനി 32ൻ്റെ സ്ക്വയർ വരുമ്പോഴാണ് ഇവിടെ വരുന്നത് ആദ്യമായി 4 അക്കത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 4 അക്കത്തിലെ ഏറ്റവും ചെറിയ പൂർണ്ണവർഗം ഏതാണ്? 1024. ഇനി ഒരു ചെറിയൊരു ടിപ്പും കൂടെ നമുക്ക് പറഞ്ഞു പോകാം. അതായത് ഈ 31ൻ്റെ സ്ക്വയർ 961 നമ്മൾ എഴുതി അല്ലേ? അപ്പോൾ ചിലരൊക്കെ വിചാരിച്ച് കാണും ഇത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് 31 ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിനൊരു മാർഗം പറയാം. അതിന് നമുക്ക്, കാരണം നമ്മളൊരു പരീക്ഷയ്ക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ? നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾക്കിടയിൽ ഒന്ന് മാത്രമാണ് ഈ സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒരു മിനിറ്റ് സമയം നമുക്ക് മാറ്റി വെക്കാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ചിന്തിക്കണം. 30ൻ്റെ സ്ക്വയർ എത്രയാണ്? 30ൻ്റെ സ്ക്വയർ നമുക്കെല്ലാവർക്കും അറിയാം 900 ആ 30ൻ്റെ സ്ക്വയറിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ 31ൻ്റെ സ്ക്വയറിലേക്ക് എത്താൻ സാധിക്കും. എങ്ങനെയാണ്? ഈ 30, 31 തുടർച്ചയായ 2 സംഖ്യകളാണ്. അപ്പോൾ ആ തുടർച്ചയായ 2 സംഖ്യകളുടെ സ്ക്വയറിൽ ഒന്നറിയാമെങ്കിൽ നമുക്ക് രണ്ടാമത്തത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നോക്കുക, 30ഉം 31ഉം കൂട്ടിയാൽ എത്രയാണ്? 30 + 31 കൂട്ടിയാൽ കിട്ടുന്നത് 61. ആ 61 ഇങ്ങോട്ട് കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഉത്തരം 961. അപ്പോൾ ഈ ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ എല്ലാം സ്ക്വയർ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിളും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ 41ൻ്റെ സ്ക്വയർ എനിക്ക് വേണം. 41ൻ്റെ സ്ക്വയർ. അപ്പോൾ 40ൻ്റെ സ്ക്വയർ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ഞാൻ ഈ എഴുതുക എന്നുള്ളതല്ല പറയുന്നത്, 40ൻ്റെ സ്ക്വയർ മനസ്സിലേക്ക് കൊണ്ടുവരിക 1600 എന്നുള്ളത്. ഇനി 41ൻ്റെ സ്ക്വയർ വേണമെങ്കിൽ എത്ര കൂട്ടണം എന്ന് നിങ്ങൾ തന്നെ പറയുക. 41ൻ്റെ സ്ക്വയർ വേണമെങ്കിൽ നമ്മൾ കൂട്ടേണ്ടത് എത്രയാണ്? ഇപ്പോൾ 40ൻ്റെ സ്ക്വയർ 1600 ആണെങ്കിൽ 40 + 41 81 കൂട്ടിയാൽ നമുക്ക് ഡയറക്റ്റായിട്ട് 41ൻ്റെ സ്ക്വയറിലേക്ക് വരാം. 1681 എന്ന് വരും. 51ൻ്റെ സ്ക്വയർ ആണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ, ഇനി ഞാൻ വേറെ ഒരു സ്റ്റെപ്പും പറയുന്നില്ല, 51ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നിങ്ങൾ പറയുക. 50ൻ്റെ സ്ക്വയർ എത്രയാണ്? 2500. 50ഉം 51ഉം കൂട്ടിയാൽ എത്രയാണ്? 101. ഇപ്പം നമുക്ക് കിട്ടിയതാണ് 51ൻ്റെ സ്ക്വയർ 2601. അപ്പോൾ ഈ ഒരു രീതി ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ പൂർണ്ണവർഗം ഏത്? നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഒരു സംഖ്യ മാത്രം പൂർണ്ണവർഗമാണ്, അതേതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകൾ എല്ലാം 4 അക്ക സംഖ്യകളാണ് അല്ലേ? അപ്പം 4 അക്ക സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പൂർണ്ണവർഗമായുള്ള ഒരു സംഖ്യയുണ്ട്. അതിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോൾ ഇവിടെ പൂർണ്ണവർഗങ്ങളെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഈ 4 അക്ക സംഖ്യകളുടെ എല്ലാം റൂട്ട് കണ്ടുപിടിച്ച്, സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് അതൊരു പൂർണ്ണസംഖ്യയാണോ എന്ന് വിലയിരുത്താനുള്ളൊരു സമയം നമുക്ക് ഒരിക്കലും ഒരു മത്സര പരീക്ഷയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരുന്ന രീതിയാണ് ഈ ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലെ അവസാന അക്കങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. 8 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പൂർണ്ണവർഗ്ഗങ്ങളൊന്ന് കൊണ്ടുവരിക. അറിയാവുന്ന പൂർണ്ണവർഗ്ഗങ്ങൾ പെട്ടെന്ന് ചെറിയ വാല്യൂസ് മതി, അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും.
ഈ പൂർണ്ണവർഗങ്ങളുടെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് എല്ലാ അക്കവും വരില്ല, ചില അക്കങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അത് ഏതൊക്കെ അക്കങ്ങളാണ് ഒന്ന് ഓർത്ത് നോക്കി. ഒരു പൂർണ്ണവർഗത്തിൻ്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 0, 1, 4, 5, 6, 9 ഈ അക്കങ്ങളിൽ ഒന്ന് മാത്രമേ വരത്തുള്ളൂ. പൂർണ്ണവർഗത്തിൻ്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 0, 1, 4, 6, 9 ഈ അക്കങ്ങളിൽ ഒന്നായിരിക്കും. അപ്പോൾ വരാത്ത അക്കങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഏതൊക്കെയാണ്? ചില അക്കങ്ങൾ പൂർണ്ണവർഗത്തിൻ്റെ അവസാനത്തെ അക്കമായി വരില്ല. അതൊന്ന് കൃത്യമായി ഓർമ്മിച്ചിരിക്കുക. 2, 3, 7, 8 എന്നീ അക്കങ്ങളിൽ ഒരു കാരണവശാലും ഒരു പൂർണ്ണവർഗം അവസാനിക്കില്ല. നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു പൂർണ്ണവർഗം അവസാനിക്കുന്നത് 0, 1, 4, 5, 6, 9 ഈ അക്കങ്ങളിൽ മാത്രമായിരിക്കും. 2, 3, 7, 8 എന്നീ അക്കങ്ങളിൽ ഒരിക്കലും ഒരു പൂർണ്ണവർഗം അവസാനിക്കില്ല. ഇനി ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കി. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഈ ABC 3 സംഖ്യകളിലും അവസാന അക്കങ്ങൾ നോക്കുക. 8 ഒരിക്കലും വരില്ല. 2 ഒരു പൂർണ്ണവർഗത്തിൻ്റെ അവസാനത്തെ അക്കമായി വരില്ല. 3 വരില്ല. അപ്പോൾ ഇവിടെ വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 4 പോസിബിളാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ള ഈ 4 അക്ക സംഖ്യകളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ എന്തുമാത്രം നോക്കിയാൽ മതി? നമ്മൾ ഈ അവസാനത്തെ അക്കം നോക്കിയാൽ മാത്രം ഇവിടെ ഉത്തരമാകാൻ സാധ്യതയുള്ള ഒരേയൊരു ആൻസറേ ഉള്ളൂ. ഏതാണ്? 1764 മാത്രമേ ഉത്തരമാകാനുള്ള സാധ്യതയുള്ളൂ. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ പൂർണ്ണവർഗമല്ലാത്തത് ഏത്? ചോദ്യം വ്യക്തമാണല്ലോ. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചോദിച്ചത് എന്താണ്? പൂർണ്ണവർഗം ഏത് എന്നായിരുന്നു ചോദ്യം. പൂർണ്ണവർഗം ഏത്? ഇവിടെ എന്താണ്? അതേപോലെ തന്നെയുള്ള തിരിച്ചു ചോദിച്ചിരിക്കുന്നു. പൂർണ്ണവർഗം അല്ലാത്ത സംഖ്യ ഏതാണ്? അപ്പം വീണ്ടും നമുക്ക് അതേ ലോജിക്ക് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗത്തിന് പോസിബിൾ അല്ലാത്ത ഒരു സംഖ്യയുണ്ട്. അവസാനത്തെ അക്കം വെച്ച് പൂർണ്ണവർഗത്തിന് പോസിബിൾ അല്ലാത്ത ഒരു സംഖ്യയുണ്ട്. 1936 6 അവസാനിക്കുന്നു, പോസിബിളാണ്. 2268 8 അവസാനിക്കുന്നു, അത് പോസിബിൾ അല്ല. ഇനി 2601 1 അവസാനിക്കുന്നു, അത് പൂർണ്ണവർഗമാകാം. 3844 4 അവസാനിക്കുന്നു, അതും പൂർണ്ണവർഗമാകാം. ഈ കൂട്ടത്തിൽ പൂർണ്ണവർഗമാകാത്ത ഒരു ഓപ്ഷനുണ്ട്. ഏതാണ്? 8 അവസാനിക്കുന്ന ഒരു സംഖ്യ ഒരിക്കലും ഒരു പൂർണ്ണവർഗം ആവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാം. എന്താണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി ആയ 2268 ആണ്. അപ്പോൾ ഈ പറഞ്ഞ 2 ചോദ്യങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഈ പറയുന്ന 4 അക്ക സംഖ്യകൾ, അതായത് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ താരതമ്യേന വലിയ സംഖ്യകളായിരിക്കും. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന റേഞ്ചിൽ, നമ്മുടെ അറിവിന് ഉള്ള റേഞ്ചിലുള്ള സംഖ്യ ആയിരിക്കത്തില്ല, കുറച്ചുകൂടി വലിയ സംഖ്യ ആയിരിക്കും. ഈ തന്നിരിക്കുന്ന സംഖ്യകൾ 1936, 2601, 3744 ഒന്നും സാധാരണഗതിക്ക് നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്ന പൂർണ്ണവർഗ്ഗങ്ങളല്ല. പക്ഷേ നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തുമാത്രം മതി? നമുക്ക് ആ അവസാനത്തെ അക്കത്തിൻ്റെ പ്രത്യേകത മാത്രം ഒബ്സർവ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വരും. അടുത്ത ചോദ്യമാണ്, 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുകയായി വരുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗം ഏത്? ചോദ്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. കാരണം നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോഴത്തേക്ക് അതിൽ ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്നുള്ളത് കൃത്യമായി കിട്ടണം. എപ്പോഴും ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ധൃതി കാണിക്കരുത്. ഒരുപാട് സ്പീഡിൽ വായിച്ചാൽ നമ്മൾ വീണ്ടും ആ ചോദ്യം വായിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു നോർമൽ പേസിൽ ഒന്ന് മനസ്സിരുത്തി ഒരു തവണ പൂർണ്ണമായി വായിക്കുക. 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുകയായി വരുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗം ഏതാണ്? ഇപ്പോൾ നമ്മൾ 2 സംഖ്യകൾ എടുക്കുന്നു. ഈ 2 സംഖ്യകളും പൂർണ്ണവർഗ്ഗമായിരിക്കണം. ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയും ഒരു പൂർണ്ണവർഗ്ഗമായിരിക്കണം. അങ്ങനെ കിട്ടുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു അറിവാണ്. നമ്മൾ സംഖ്യകളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗം എന്ന് പറയുന്നത് 25 ആണ്. 25 എന്തിൻ്റെ സ്ക്വയറാണെന്ന് നമുക്കറിയാം. 25 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? 5ൻ്റെ സ്ക്വയറായി വരുന്ന സംഖ്യയാണ്. ഈ 25നെ നമുക്ക് മറ്റ് 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുകയായി, അതായത് 9 എന്ന് പറയുന്ന 3ൻ്റെ സ്ക്വയറായി വരുന്ന 9ൻ്റെയും 4ൻ്റെ സ്ക്വയറായി വരുന്ന 16ൻ്റെയും തുകയായി നമുക്ക് ഈ 25നെ എഴുതാൻ സാധിക്കും.
അതായത് ഒരു പൂർണ്ണവർഗത്തെ നമുക്ക് രണ്ട് പൂർണ്ണവർഗങ്ങളുടെ തുകയായി എഴുതാൻ സാധിക്കുക. ഇത്തരത്തിൽ എഴുതാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗം എന്ന് പറയുന്നത് 25ആണ്. 25-ന് താഴെയുള്ള മറ്റൊരു പൂർണ്ണവർഗവും നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് മത്സര പരീക്ഷകളിൽ പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരുപാട് പരീക്ഷകളിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, ആ പൂർണ്ണവർഗം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. പൂർണ്ണവർഗം ഏത്? അപ്പോൾ ഒരിക്കലും നമ്മൾ 25 എന്ന് എഴുതുന്നതിന് പകരം പെട്ടെന്ന് 5 എന്ന് മനസ്സിലേക്ക് വരരുത്. മനസ്സിലായോ? അതായത് ആ സംഖ്യ ഏത് എന്നല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ഇങ്ങനെ കിട്ടുന്ന ആ തുകയായി വരുന്ന പൂർണ്ണവർഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഉത്തരം വരുന്നത് 25 ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കാം. ഇനി ഈ ഒരു സംഭവം, ഈ ഒരു ആശയം നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്, അതായത് 2 സ്ക്വയർ കൂട്ടുമ്പോൾ മൂന്നാമതൊരു സ്ക്വയർ കിട്ടുന്നു എന്നുള്ളൊരാശയം കൂടുതലായി നമുക്ക് ഉപയോഗം വരുന്നത് ജ്യാമിതീയ രൂപങ്ങളിലാണ്. ജ്യാമിതീയ രൂപങ്ങളിൽ ഏതാണ്? പ്രധാനമായും മട്ടത്രികോണത്തിൻ്റെ റൈറ്റ് ട്രയാങ്കിൾ റിലേഷൻഷിപ്പുള്ള, അതായത് പൈതഗോറസ് സിദ്ധാന്തത്തിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ചോദ്യങ്ങളിലാണ് കൂടുതലായും നമ്മൾ ഈ ആശയം ഉപയോഗിക്കുക. അതായത് സിമ്പിളായിട്ട് നമ്മളൊരു മട്ടത്രികോണം വരച്ചാൽ, ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായി ഏറ്റവും കൂടുതൽ കാണാറുള്ള വാല്യൂസാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3, 4, 5. 3, 4, 5 മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് സംഖ്യകളുണ്ട്. ഇപ്പം 3, 4, 5-നെ നമ്മൾ നേരെ ഇരട്ടിയാക്കി 6, 8, 10. വീണ്ടും ഇതേപോലെ തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, 6-ൻ്റെ സ്ക്വയർ 36, 8-ൻ്റെ സ്ക്വയർ 64, കൂട്ടിയാൽ നമുക്ക് 10-ൻ്റെ സ്ക്വയറായ 100 കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ പൈതഗോറിയൻ സംഖ്യകളെന്ന് പറയും. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, പൈതഗോറിയൻ സംഖ്യകൾ. അപ്പോൾ പൈതഗോറിയൻ സംഖ്യകളുടെ ആ ഒരു വർഗത്തിൻ്റെ ആസ്പെക്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ഒന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മിച്ചിരിക്കുക. നമ്മുടെ ഉത്തരം ഏതാണ്? 25. പൂർണ്ണവർഗമായും പൂർണ്ണഘനമായും എഴുതാവുന്ന മൂന്നക്ക സംഖ്യ ഏതാണ്? പൂർണ്ണവർഗമായും എഴുതണം, പൂർണ്ണഘനമായും എഴുതണം. പൂർണ്ണവർഗം എന്നാൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? പൂർണ്ണഘനം എന്നാലോ? പെർഫെക്റ്റ് ക്യൂബ്. ഇപ്പോൾ സ്ക്വയറും ക്യൂബും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഘനം എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. വർഗം എന്ന് സ്ക്വയറിന് പറയുന്നത് പോലെ മലയാളത്തിൽ ക്യൂബിന് പറയുന്ന വാക്കാണ് ഘനം. ഓക്കെ, അപ്പോൾ പൂർണ്ണവർഗമായും പൂർണ്ണഘനമായും എഴുതാവുന്ന ചില സംഖ്യകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൂന്നക്ക സംഖ്യ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതും നമ്മൾ ഒബ്സർവേഷനിലൂടെ, നമ്മൾ സംഖ്യകളുമായുള്ള പരിചയത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു അറിവാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ പറയാമോ? ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ, മൂന്നക്കം വേണ്ട, ചെറിയ സംഖ്യകൾ പലരും മനസ്സിൽ കൊണ്ടുവന്ന് കാണും അല്ലേ? അതായത് ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു സംഖ്യയാണ് 1 അല്ലേ? 1 ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഖ്യ. കാരണം 1-നെ നമുക്ക് 1-ൻ്റെ സ്ക്വയർ എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണവർഗമായും 1-ൻ്റെ ക്യൂബ് എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണഘനമായും നമുക്ക് എഴുതാം. അപ്പോൾ അതുകൊണ്ട് 1 ഇത്തരം ഒരു സംഖ്യയാണ്, പൂർണ്ണവർഗമായും പൂർണ്ണഘനമായും എഴുതാവുന്ന ഒരു സംഖ്യ. ഇനി ഇങ്ങനെയുള്ള രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 64ആണ്. 64-നെ നമുക്ക് 8-ൻ്റെ സ്ക്വയറായും എഴുതാം. അതേപോലെ തന്നെ മറ്റൊരു സംഖ്യയെ 4-ൻ്റെ ക്യൂബായും നമുക്ക് 64-നെ എഴുതാം. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ സംഖ്യ 64ആണ്. പക്ഷേ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മളിപ്പോഴും വന്നിട്ടില്ല. നമ്മുടെ ചോദ്യത്തിലൊരു കണ്ടീഷനുണ്ട്. എന്താണ്? മൂന്നക്ക സംഖ്യ ആയിരിക്കണം. മൂന്നക്ക സംഖ്യ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കിട്ടേണ്ട ഉത്തരം 729 ആണ്. 729. 729 എന്ന സംഖ്യ നമ്മളെവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. 729-നെ സ്ക്വയറായിട്ടാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം, 27-ൻ്റെ സ്ക്വയറാണ്. ഇനി ക്യൂബായിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ട സംഖ്യയാണ്, കാരണം അത് 9-ൻ്റെ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ 27-ൻ്റെ സ്ക്വയറായും 9-ൻ്റെ ക്യൂബായും നമുക്ക് 729-നെ എഴുതാം. മറ്റൊരു മൂന്നക്ക സംഖ്യയും നമുക്ക് ഈ രീതിയിൽ പൂർണ്ണവർഗമായും പൂർണ്ണഘനമായും എഴുതാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. മൂന്നക്ക സംഖ്യകളിൽ പൂർണ്ണവർഗമായും പൂർണ്ണഘനമായും എഴുതാവുന്നത് 729 ആണ്. അപ്പം നമ്മൾ ആ പഠിച്ച കൂട്ടത്തിൽ നമുക്ക് മറ്റ് 2 ചോദ്യങ്ങൾ കൂടി കിട്ടി. ഏതാണ്? മൂന്നക്ക സംഖ്യകളിൽ ഉള്ളതാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചത്. രണ്ടക്ക സംഖ്യകളിലാണെങ്കിൽ ഏതാണ്? 64ആണ്. ഒരക്കം മാത്രമുള്ള സംഖ്യകളിലാണെങ്കിൽ അത് 1 എന്നുകൂടി ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായും പൂർണ്ണവർഗങ്ങളെ പറ്റിയാണ്.
പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചു, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗമാണ് പൂർണ്ണവർഗം. അപ്പോൾ ആ ഒരു പൂർണ്ണവർഗ്ഗങ്ങളെപ്പറ്റി നമുക്ക് സാധാരണ പരീക്ഷകളിൽ ചോദിച്ച് കാണാറുള്ള ചില എക്സാമ്പിൾസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് PSC പരീക്ഷകളിൽ പ്രധാനമായും നമുക്ക് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ചോദിക്കുന്ന ആ ഒരു പ്രവണത കൂടുതലായിട്ട് കാണാറുള്ളത് കൊണ്ട് നമ്മൾ മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ചു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ, ചോദ്യമാതൃകകൾ ഓരോന്നും പ്രധാനമായി ഓർത്തിരിക്കുക. ഇനി ഒരിക്കലും ഈ ചോദ്യങ്ങൾ നമുക്ക് മിസ്സാവാത്ത രീതിയിൽ കൃത്യമായി പഠിക്കാം.